ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ 14ാം നിയമസഭയുടെ ആദ്യ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. അഴിമതിരഹിത മതനിരപേക്ഷ ഭരണം ലക്ഷ്യമെന്ന് ഗവർണർ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കും. ആഗോളവത്കരണത്തിന് ജനകീയ ബദൽ കൊണ്ടുവരും. 25 ലക്ഷം പേർക്ക് തൊഴിലവസരമെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. 14ാം ഒന്നാം സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനായെത്തിയ ഗവർണർ പി സദാശിവത്തെ സ്പീക്കറും മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി, നിയമസഭാ സെക്രട്ടറി എന്നിവരും ചേർന്ന് സ്വീകരിച്ചു. ആഗോളവൽക്കരണം ഭീതിജനകമായ അസമത്വങ്ങൾക്കും പാരിസ്ഥിതിക നാശത്തിനും കാരണമായിട്ടുണ്ടെന്ന ആമുഖത്തിൽ പ്രതിപാദിച്ചാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങിയത്. Globalization is creating frightening inequalities and environmental deterioration. There is strong feeling that there is no alternative to the new world order, but the global economic stagnation and the crisis of climate change call for fundamental shift from the existing situation. In this context, my government, within the limits imposed by the federal framework, would strive to create a people's alternative. സമാധാനമുള്ള ഭൂമിയിൽ മാത്രമേ വികസനം സാധ്യമാകൂ. അതിനാൽ ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഗവർണർ സൂചിപ്പിച്ചു. അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്തതും പ്രകടവും ശക്തവുമായ ഒരു നയമായിരിക്കും LDF സർക്കാർ പിന്തുടരുകയെന്നും പി സദാശിവം പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു. My government is strongly committed to ensuring law and order. വികസന പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ തീർച്ചയായും കണ്ടെത്തും. വികസനത്തിൽ ജെൻഡറിനെ മുഖ്യധാരയിലാക്കുന്നതിനായി സർക്കാർ നടപ്പുവർഷം തന്നെ ജെൻഡർ ബഡ്ജറ്റിംഗ് കൊണ്ടുവരുന്നതും തുടർ നടപടിക്കായി ജെൻഡർ ഓഡിറ്റിംഗ് ഏർപ്പെടുത്തുന്നതും ഗവർണർ പ്രസംഗത്തിൽ പരാമർശിച്ചു. Our aim will be to create 10 lakh jobs in the areas of information technology, biotechnology, tourism, electronics and other emerging areas. സംസ്ഥാനം ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് ബോധ്യപ്പെടുത്തിയ പ്രസംഗത്തിൽ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. The public health system will be strengthened and upgraded radically. The school education system will be revamped to international standards. മദ്യ ഉപഭോഗത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിന് ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ല എന്നതാണ് എന്റെ സർക്കാരിന്റെ കാഴ്ചപ്പാട്. സർക്കാർ മദ്യനയത്തിന്റെ നിലപാട് രൂപീകരിക്കുന്നതിന് മുൻപ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും അഭിപ്രായം കണക്കിലെടുക്കുമെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടേണ്ടതുണ്ട്. എന്റെ സർക്കാർ ഭയന്ന് പിന്മാറില്ലെന്ന് പറഞ്ഞാണ് 1.25 മണിക്കൂർ നീണ്ട നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാർ നടത്തിയ നയമില്ലാത്ത നയപ്രസംഗമാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ദിശാബോധമില്ലാത്ത നയപ്രസംഗം കൊണ്ട് കേരളത്തിൽ ഒരു പുരോഗതിയും വരാൻ പോകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാക്കളായ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, KM മാണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നയമില്ലാത്ത നയപ്രഖ്യാപനമാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ഇതിൽ പറയുന്ന 90% പദ്ധതികളും UDF സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചതാണെന്നും പ്രതിപക്ഷ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ദിശാബോധമില്ലാത്ത നയപ്രഖ്യാപനത്തിൽ കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി ഒന്നും തന്നെയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഭാവിയിലെ പ്രവർത്തനങ്ങൾക്കുള്ള വിരൽ ചൂണ്ടലായി കാണുകയാണെങ്കിൽ ഇത് നിരാശാജനകമാണ്. LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞതല്ലാതെ എന്താണ് ശരിയാകാൻ പോകുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി MLA ചോദിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ തന്നെ ഒരു 90% ആവർത്തിച്ചു. നയവ്യത്യാസം എന്താണ് എന്ന് വ്യക്തമല്ല. റബ്ബറിന്റെ വില തകർച്ച പരിഹരിക്കുന്നതിന് നയപ്രഖ്യാപനത്തിൽ ഒന്നും തന്നെ പറയുന്നില്ലെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയിൽ പ്രശ്നങ്ങളില്ലെന്നും മുൻ മന്ത്രി KM മാണി പറഞ്ഞു. സംസ്ഥാനം ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൽ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ് തന്നെ ആയിരിക്കും. ഒരു മാസം കൊണ്ട് സാമ്പത്തിക നില താറുമാറാക്കി എന്നുള്ളത് വേണം വിചാരിക്കാൻ. കാരണം UDF ഗവൺമെൻറ് പോകുമ്പോൾ 1643 കോടി രൂപ മിച്ചം വെച്ചിട്ടാണ് പോയത്. പുതിയ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തെ നിയമസഭയിൽ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം കടന്നാക്രമിക്കുമെന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകളിൽ പ്രകടമായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഉത്തരവാദി KPCC അധ്യക്ഷൻ ആണെന്ന K ബാബുവിന്റെ വിമർശനത്തോട് പ്രതികരിക്കാൻ തന്റെ ഔചിത്യം അനുവദിക്കുന്നില്ലെന്ന് VM സുധീരൻ. ബാബുവിനുള്ള മറുപടി പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറയേണ്ട വേദിയിൽ പറയുമെന്നും സുധീരൻ കോഴിക്കോട് പറഞ്ഞു.
ഇതേക്കുറിച്ചൊന്നും പറയാൻ ഞാൻ മുതിരുന്നില്ല, പറയുന്നത് ശരിയല്ല. കാരണം എൻ്റെ ഔചിത്യം അതിന് എന്നെ അനുവദിക്കുന്നില്ല. ഇതൊക്കെ പറയേണ്ട തലങ്ങളിൽ, പറയേണ്ട വേദികളിൽ അതൊക്കെ തീർച്ചയായിട്ടും അതേക്കുറിച്ചൊക്കെ കൃത്യമായ അഭിപ്രായങ്ങളുണ്ട്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമയടക്കം കൂടുതൽ സാക്ഷികൾ പ്രതിയെ തിരിച്ചറിഞ്ഞു. ചെരുപ്പ് കടക്കാരനും ഒപ്പം താമസിച്ചിരുന്നവരും പലചരക്ക് കടക്കാരനും അമീറുലിനെ തിരിച്ചറിഞ്ഞു. അമീറുലിനെ പാർപ്പിച്ചിരിക്കുന്ന ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയാണ് പ്രതിയെ സാക്ഷികൾ തിരിച്ചറിഞ്ഞത്. കസ്റ്റഡിയിൽ വാങ്ങി 4-ാം ദിവസവും അമീറുലിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് തുടരവെയാണ് പ്രധാന സാക്ഷികളെ ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് ഒരിക്കൽ കൂടി വിളിപ്പിച്ച് മൊഴിയെടുത്തത്. അമീറുൽ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമ ജോർജിനെയാണ് പോലീസ് ആദ്യം വിളിപ്പിച്ചത്. തന്റെ കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് പ്രതി അമീറുൽ തന്നെയാണെന്ന് ജോർജ് തിരിച്ചറിഞ്ഞു. അമീറുൽ ചെരുപ്പ് വാങ്ങിയ കടയുടെ ഉടമയും ഇയാൾ സാധനങ്ങൾ വാങ്ങിയിരുന്ന പലചരക്ക് കടക്കാരനും അമീറുലിനെ തിരിച്ചറിഞ്ഞു. അമീറുലിനൊപ്പം താമസിച്ചിരുന്ന ഇതര സംസ്ഥാനക്കാരെയും പ്രതിയെ തിരിച്ചറിയുന്നതിനായി ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിരുന്നു. ഇവരും ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് നടത്തിയ തിരിച്ചറിയൽ പരേഡിൽ മുഖ്യസാക്ഷി ശ്രീലേഖ പ്രതിയെ തിരിച്ചറിഞ്ഞിരുന്നു. പോലീസ് കണ്ടെത്തിയ സാക്ഷികളിൽ ഭൂരിഭാഗവും പ്രതിയെ തിരിച്ചറിഞ്ഞത് ശക്തമായ തെളിവായിരിക്കുകയാണ്. കൊലപാതക ദിവസം താൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് അമീറുൽ പോലീസിന് മൊഴി നൽകിയതെങ്കിലും ഈ ദിവസം ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്ന് ജിഷയുടെ വീടിന് സമീപത്തെ ടവർ പരിശോധിച്ചതിൽ വ്യക്തമായിട്ടുണ്ട്. ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയ സാക്ഷികൾ പ്രതിയെ തിരിച്ചറിഞ്ഞതും ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയായതിനാലും അടുത്ത ദിവസം തെളിവെടുപ്പ് നടക്കുമെന്നാണ് സൂചന. KM ഉമേഷ്, കൊച്ചി. അമീറുൽ ഇസ്ലാമിന്റെ DNA പരിശോധന ഔദ്യോഗികമായി നടത്തണമെന്ന പ്രോസിക്യൂഷന്റെ അപേക്ഷയ്ക്ക് കോടതി അനുമതി നൽകി. പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അനുമതി നൽകിയത്. ഒരു തവണ DNA പരിശോധിച്ചതിനാൽ ഇനി പരിശോധന വേണ്ടെന്ന പ്രതിഭാഗം വാദം കോടതി തള്ളി. ദളിത് വിദ്യാർത്ഥിനി റാഗിങ്ങിനിരയായ സംഭവത്തിൽ കർണാടകത്തിൽ നിന്നുള്ള അന്വേഷണ സംഘം കോഴിക്കോട്ടെത്തി. നാളെ വിദ്യാർത്ഥിനിയിൽ നിന്നും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തും. അതേസമയം വിദ്യാർത്ഥിനി പഠിച്ച കോളേജിനെതിരെ പോലീസ് കേസെടുത്തു. ഗുൽബർഗയിലെ അൽഖമർ കോളേജിനെതിരെ ആണ് കേസ്. റാഗിംഗ് വിവരം മറച്ചുവെച്ചതിനും വിദ്യാർത്ഥികൾക്ക് സുരക്ഷ നൽകാത്തതിനുമാണ് കേസ്. വിശദാംശങ്ങളുമായി വിനീഷ ചേരുന്നു. വിനീഷ, എപ്പോഴായിരിക്കും സംഘം നാളെ കുട്ടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുക? ആരൊക്കെ സംഘത്തിലുണ്ട്? പ്രജീഷ്, നാളെ രാവിലെ ഏകദേശം 10 മണിയോടുകൂടി അന്വേഷണ സംഘം 12 അംഗങ്ങളുള്ള പ്രത്യേക അന്വേഷണ സംഘം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നേരിട്ടെത്തി പെൺകുട്ടിയിൽ നിന്ന്, അതായത് റാഗിങ്ങിന് ഇരയായ അശ്വതിയിൽ നിന്ന് നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ അന്വേഷണ സംഘത്തിലെ 9 പേർ കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട്. ഇവർ റോഡ് മാർഗം കോഴിക്കോട് എത്തിയതാണ്. നാളെ വിമാനമാർഗം 2 CIമാരും ഡിവൈഎസ്പി ജാൻവിയും കൂടി എത്തിയാൽ മാത്രമേ അന്വേഷണ സംഘാംഗങ്ങൾ പൂർത്തിയാകൂ. ഈ 12 അംഗ അന്വേഷണ സംഘമാണ് അശ്വതിയെ റാഗിങ്ങിന് ഇരയാക്കിയ ഒരു കേസ് പരിശോധിക്കാനായി, കേസ് തെളിയിക്കാനായും പ്രത്യേക അന്വേഷണ സംഘത്തെ കർണാടക ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ സംഘം നാളെ രാവിലെ 10 മണിക്കാണ് മെഡിക്കൽ കോളേജിൽ എത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അൽഗമർ, പെൺകുട്ടി പഠിച്ചിരുന്ന അൽഗമർ കോളേജ് അധികൃതർക്കെതിരെ ഈ പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന് മതിയായ സുരക്ഷ ഒരുക്കിയതിൽ വീഴ്ച പറ്റിയെന്നും ഒപ്പം ഇത്തരത്തിൽ ഒരു ക്രൂരമായ സംഭവം ഉണ്ടായിട്ടും പോലീസിനെ അറിയിച്ചില്ലെന്ന കാരണവും കാണിച്ചാണ് അൽഗമർ കോളേജിനെതിരെ ഗുൽബർഗ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രജീഷ്, സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ക്വാറികൾക്കും പാരിസ്ഥിതിക അനുമതി നിർബന്ധമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. 2011 മുൻപുള്ള ക്വാറികൾക്ക് നൽകിയിരുന്ന ഇളവ് കോടതി റദ്ദാക്കി. ഖനന അനുമതി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഏതാനും ക്വാറി ഉടമകൾ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഖനനാനുമതി പോരെന്നും പാരിസ്ഥിതിക അനുമതി നിർബന്ധമാണെന്നും കോടതി വ്യക്തമാക്കി. ഖനനാനുമതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തന അനുമതി നൽകരുതെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. സോളാർ കേസിൽ സരിതയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ കേസെടുക്കണമെന്ന തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഉമ്മൻചാണ്ടിക്കും ആര്യാടൻ മുഹമ്മദിനും പണം നൽകിയിരുന്നതായി സരിത സോളാർ കമ്മീഷനിൽ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നായിരുന്നു വിജിലൻസ് കോടതി ഉത്തരവ്. ഇത് റദ്ദാക്കിയ ജസ്റ്റിസ് കെമാൽ പാഷ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ലെന്ന് വ്യക്തമാക്കി. സരിതയ്ക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമായിരുന്നു. മറ്റൊരാൾ സമർപ്പിച്ച പരാതി നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി പരാതിയും വിജിലൻസ് കോടതി ഉത്തരവും റദ്ദാക്കുകയായിരുന്നു.
യൂറോപ്യൻ യൂണിയനിൽ തുടരേണ്ടതില്ലെന്ന് ബ്രിട്ടൻ വിധി എഴുതിയതോടെ ഇന്ത്യൻ ഓഹരി വിപണിയിലും വൻ ഇടിവാണുണ്ടായത്. സെൻസെക്സ് 1000 പോയിന്റും നിഫ്റ്റി 300 പോയിന്റും ഇടിഞ്ഞു. ബ്രിട്ടനിലെ ഇന്ത്യൻ നിക്ഷേപകർ കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ബ്രിട്ടന്റെ തീരുമാനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കില്ലെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള തീരുമാനം ബ്രിട്ടൻ കൈക്കൊണ്ടതോടെ 6 മണിക്കൂർ കൊണ്ട് പൗണ്ടിന്റെ മൂല്യം 31 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഇതിന് പിന്നാലെ ഓഹരി സൂചിക 27,000-ൽ നിന്ന് 26,000-ലേക്ക് താഴ്ന്നു. രൂപയുടെ മൂല്യം ഡോളറിന് 68 രൂപയായി. ഓഗസ്റ്റിന് ശേഷം രൂപ നേരിടുന്ന ഏറ്റവും വലിയ ഇടിവാണിത്. സ്വർണ്ണവിലയും ഉയർന്നു. എന്നാൽ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ആദ്യ ചാഞ്ചാട്ടം ആശങ്കപ്പെടേണ്ടതല്ലെന്നും ബ്രിട്ടനിലെ ഇന്ത്യൻ നിക്ഷേപകർ മാത്രമാണ് പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഇപ്പം കമ്പനികൾ അവരുടെ പോളിസി ഒരു റീഅലൈൻ ചെയ്യേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ബ്രിട്ടനാണ് അവരുടെ എൻട്രി പോയിന്റ് ഈ യൂറോപ്യൻ മാർക്കറ്റിൽ. അവിടെ നിന്നാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അന്നേരം EU-ലും ബ്രിട്ടനിലും ഒരേ പോളിസികളും ഒരേ കാര്യങ്ങളും ആയതിനാൽ ആ ഓപ്പറേഷൻ വളരെ എളുപ്പമായി നടക്കും. അതുകൊണ്ട് ഇപ്പം പോളിസി മാറി EU-ൽ നിന്ന് വ്യത്യസ്തമായൊരു പോളിസിയിലോട്ട് ബ്രിട്ടൻ പോവുകയാണെങ്കിൽ അതനുസരിച്ച് കമ്പനികൾക്ക് നീങ്ങേണ്ടി വരും. 800ഓളം കമ്പനികളെന്ന് പറഞ്ഞാൽ വലുതാണ്. ബ്രിട്ടനിലെ 30 ലക്ഷം വരുന്ന ഇന്ത്യക്കാർ ഹിതപരിശോധനാ ഫലത്തിന്റെ ആശങ്കയിലാണ്. തൊഴിൽ വിസ നിയന്ത്രണങ്ങളും ഇനി കർശനമാക്കിയേക്കും. അതേസമയം ആഗോള സാമ്പത്തിക സാഹചര്യം നേരിടാൻ ഇന്ത്യ തയ്യാറാണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി അവകാശപ്പെട്ടു. റിസർവ് ബാങ്കിന് അന്താരാഷ്ട്ര കരുതൽ ധനമായി $363 ബില്യൺ നൽകിയിട്ടുണ്ടെന്നും സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാണെന്നും ജെയ്റ്റ്ലി വ്യക്തമാക്കി. ബ്രിട്ടീഷ് ജനതയുടെ വിധിയെടുത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ ബ്രിട്ടനിലെ ഇന്ത്യൻ നിക്ഷേപകരുടെ ആശങ്ക യൂറോപ്യൻ യൂണിയന്റെ ചുവപ്പ് നാടയിൽ കുടുങ്ങുകയാണ്. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ.